ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, ഫ്രണ്ട് വെട്ടൽ പറയുന്നുണ്ട്, അതേപോലെ ബ്രേക്ക് ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, പിന്നെ ഫ്രണ്ട് ഹാൻഡിൽ കവർ, അതായത് മീറ്റർ വന്ന ഭാഗത്തൊക്കെ ഉള്ള ആ കവർ കിടന്ന് ഷെയ്ക്ക് ഉണ്ട്, അത് ഹാൻഡിൽ കവർ കംപ്ലയിൻ്റ് ഉണ്ട്, വാട്ടർ സർവീസ്, ഇത്രയാണ് മെയിനായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനറാണ്, ഒറിജിനൽ ലൈനറാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീൽ പിടിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റ് വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറായാലും അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട്. ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലത്തെ ഗിയർ ബോക്സ് സെപ്പറേറ്റ് ഓയിലാണ് തന്നെ. നമ്മൾ ആ ഓയിൽ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിൽ നമുക്ക് ഫിൽറ്റർ മാറ്റേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ക്ലച്ച് ഡ്രൈ ടൈപ്പ് ക്ലച്ചാണ്, CVT ക്ലച്ച് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യണം, ചെക്കപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് കേട്ടോ. അതിനകത്ത് കുറേ മൂവ്മെൻറ്റുള്ള കുറച്ച് പാർട്സുകളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ തേയ്മാനങ്ങൾ വരാം, അപ്പോൾ ചിലത് കംപ്ലയിൻറ്റ്സ് വരാം. അതൊക്കെ നോക്കിയിട്ട് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കൈയോടെ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്ത് നെക്സ്റ്റ് അടുത്ത സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവണം. അതുവരെ ഓടാനായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കണമുണ്ട്. പിന്നെ അത് ബെൽറ്റൊക്കെ നോക്കുമ്പോൾ കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. ഇത് പവർ ലിങ്കിൻ്റെ ബെൽറ്റാണ് ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ലൈഫ് കിട്ടുന്ന ബെൽറ്റാണ്. അപ്പോൾ നിലവിൽ ബെൽറ്റിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് ഒക്കെ നോർമൽ തേയ്മാനങ്ങളുണ്ട്, പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. പിന്നെ പീസെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ്, അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തതാണ്. കാരണം അത് ഈ സൈഡൊക്കെ ടച്ച് ചെയ്ത് പൊട്ടാറായ ഒരു സ്റ്റേജിലാണ് നിൽക്കണേ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തത് ഏകദേശം 100 രൂപയ്ക്ക് നമുക്ക് തന്നെ കോസ്റ്റ് ഉണ്ട്. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൽ വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ക്ലച്ച് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെയൊക്കെ നോക്കി വേറെ ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സുകൾ നിലവിലില്ല നമ്മുടെ വണ്ടിക്ക്. കാർബറേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിലില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കാർബറേറ്റർ അഴിക്കേണ്ട കേസുള്ളൂ. ഇപ്പോഴത്തെ ഒട്ടുമിക്ക വണ്ടിയുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടുമിക്ക വണ്ടികളും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ് പൊതുവെ വരാം. ഓവർഫ്ലോ, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, റണ്ണിങ്ങിൽ ഓഫായി പോവുക, അങ്ങനെ പല പ്രോബ്ലംസാണ് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റ്. ഈ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ E20 എന്ന് പറയുന്ന പെട്രോളാണ്. ഇപ്പോഴത്തെ നമുക്ക് ഉപയോഗിക്കുന്ന പെട്രോൾ ആ ജനറേഷനിൽപ്പെട്ട പെട്രോളാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൊണ്ട് ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻറ്റുകളുണ്ട്. നമ്മുടെ വണ്ടിക്ക് നിലവിൽ ഇതുവരെ കംപ്ലയിൻ്റ് ഇല്ല. എപ്പോൾ വേണമെങ്കിലും കാണിക്കാം, പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഗ്രീൻ ബുഷൊക്കെ ഓവലായി പോയി, അത് നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. ലിങ്കിൻ്റെ ബുഷൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ടയർ കംപ്ലയിൻറ്റാണ്. ടയർ നല്ല രീതിയിൽ സൈഡ് വെട്ടി തേഞ്ഞ് പോയിട്ടുണ്ട്. അതാണ് ശരിക്കും നമുക്ക് ഫ്രണ്ടായിട്ട് മെയിനായിട്ട് നമുക്ക് ആ വെട്ടൽ പാളലൊക്കെ കാണിക്കാനുള്ള കാരണം കേട്ടോ. ശരിക്കും ആ ഭാഗം ക്ലിയറായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടയർ മാറ്റിയിട്ടാലാണ് പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ സൈഡ് തിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഈ ടയർ. നമുക്ക് ബാക്കിലേക്ക് ഇട്ട് തീർക്കാമെന്ന് വെച്ചാൽ ബാക്കിലെ ടയറും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണേ. അപ്പോൾ ടയർ മാറ്റണമായിരിക്കും ബെറ്റർ കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റിനകത്ത് ഈ ടയർ ഉൾപ്പെടുത്താം, ടയറും കൂടി ഉൾപ്പെടുത്താം. അത് നമുക്ക് ഒന്നാമത് അപ്പോളോ അല്ലെങ്കിൽ MRF ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കട്ടെ, അതനുസരിച്ച് ഉൾപ്പെടുത്താം. ഉണ്ടെങ്കിൽ MRF നമുക്ക് ഇടാം കേട്ടോ. ഞാൻ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടാം, ആ ടയറടക്കം ഉൾപ്പെടുത്താം. എന്തായാലും ഇത് കംപ്ലയിൻ്റ് ആണ്. വണ്ടി നല്ല പാളകാണ് കൊണ്ട് ഓടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ട് ബാറ്ററിയുടെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് വരുമ്പോഴത്തേക്കും ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ, 12 വോൾട്ട് 4 ആമ്പിയർ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, 13.20 ആണ് അതിൻ്റെ വോൾട്ട് കാണിക്കുക. ലോഡ് കൊടുക്കുമ്പോൾ 10.45. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കവർ, ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്ത് ഷെയ്ക്ക് കാണിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗം പൊട്ടിപ്പോയേക്കാം. ഈ സൈഡ് കണ്ട ആ സ്ക്രൂ വന്ന ഭാഗം പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ ഫൈബർ ബോഡിയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം ആണത്. തൽക്കാലം നമുക്ക് സ്ക്രൂ ചെയ്ത് അഡീഷണൽ വാഷൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബലപ്പെടുത്തി നിർത്താം. അതാണ് അതൊന്ന് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പിന്നെ അഴിച്ച് മാറ്റി കളയാനേ പറ്റുള്ളൂ. പരമാവധി നമുക്ക് ഉപയോഗിക്കാം. കുറേ കഴിയുമ്പോൾ വീണ്ടും പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് മാറ്റം എന്തെങ്കിലും ചെയ്യാം. പിന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ പ്ലഗ് മാറ്റാം. അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും ചേഞ്ച് ചെയ്യേണ്ടി വരും. കൂട്ടത്തിക്കടെ സെക്കൻഡറി ഫിൽറ്ററും അടുത്ത സർവീസിൽ നമുക്ക് മാറ്റണം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. എന്തായാലും വൈകിട്ടത്തേക്കാണ് വണ്ടി ആവുള്ളൂ. ഞാൻ പരമാവധി നേരത്തെ ശ്രമിക്കാം, കാരണം ഓൾറെഡി ബുക്ക് ചെയ്ത് വന്നതാണ് വണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വണ്ടി തന്നെ കയറിയിട്ടുണ്ട്, ബുക്കിംഗ് വണ്ടിയായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഇറങ്ങുള്ളൂ. അപ്പോൾ പരമാവധി നേരത്തെ തരാം എന്തെങ്കിലും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.